ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കാർഗിൽ യുദ്ധസമയത്ത് യുദ്ധമുന്നണിയിൽ ഒരു അതിൻ്റെ യുദ്ധമുന്നണിയിൽ നിന്നുകൊണ്ട് ഒരു ബറ്റാലിയനെ നയിക്കുകയും അതിൻ്റെ തിക്ത അനുഭവങ്ങളും അതിൻ്റെ വിജയത്തിൻ്റെ ഭേരിയുമൊക്കെ ഉൾക്കൊണ്ട് വളരെ അഭിമാനത്തോടെ നമ്മുടെ രാജ്യത്തിൻ്റെ യശസ്സിനെ ലോക ജനതയുടെ മുന്നിൽ വാനോളം ഉയർത്തി തന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ജീവാത്മാവ് പരമാത്മാവ് എന്നൊക്കെ പറയാൻ സാധിക്കുന്ന നമ്മുടെ മിലിറ്ററി, നമ്മുടെ ഫോഴ്സ്, ആ ഫോഴ്സിൽ ദീർഘകാലം സൈനിക സേവനം അനുഷ്ഠിച്ച സുബേദാർ മേജർ എന്ന തലത്തിൽ സേവനമനുഷ്ഠിച്ച് വിശ്രമ ജീവിതത്തിന് വേണ്ടി നമ്മളോടൊപ്പം നാട്ടിലേക്ക് വന്നെങ്കിലും ഒരു നിമിഷം പോലും വിശ്രമിക്കാതെ ഈ ചെറുപ്പക്കാരായ ആൾക്കാരോടൊപ്പം അതിലും ചെറുപ്പമായി വളരെ ഗംഭീരമായി ശൗര്യത്തോടെ ഇന്നും പോരാടിക്കൊണ്ടിരിക്കുന്ന രാജേന്ദ്ര സാറിനോടൊപ്പമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത്. രാജേന്ദ്ര സാറിൻ്റെ ചില പട്ടാള ജീവിതത്തിലെ, മിലിറ്ററി സെക്ടറിലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിലേക്ക് നമുക്ക് പോകാം. നമസ്തേ സാർ, അപ്പോൾ സാറിനോട് ചോദിക്കാനുള്ളത്, ഈ കാർഗിൽ യുദ്ധം എന്നൊക്കെ ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരിക്കുന്ന സമയത്ത് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ കാർഗിൽ യുദ്ധത്തിൽ ആദരണീയ വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നു എന്നതും നമ്മൾ കേട്ടു. നമ്മൾ പിന്നെ കാണുന്നത് TV-യിലൂടെ ചില വാർത്തകൾ കണ്ടു. അത് നമുക്ക് അത് വളരെ ചില ക്ലിപ്പുകളുണ്ട് നമ്മൾ വളരെ അഭിമാനത്തോട് കാണുന്നത്. നിങ്ങളിപ്പോൾ എവിടെയാണോ ഉള്ളത് അത് നമ്മുടെ അതിർത്തിയായി നമ്മൾ നിശ്ചയിക്കും, നിങ്ങൾ എത്ര മുന്നോട്ട് കയറിയിട്ടുണ്ടോ നിങ്ങൾ അവിടെ തുടരുക എന്നുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് എത്രത്തോളം സത്യമാണ് സാർ? അത് വാസ്തവമായിരുന്നു? തീർച്ചയായിട്ടും വളരെ വാസ്തവപരമായ കാര്യമാണ്. ഒരിക്കലും നമ്മൾ മുന്നിലേക്ക് വെച്ച കാലം പിന്നിലേക്കില്ല. അതാണ് ഇന്ത്യൻ ഫോഴ്സിൻ്റെ. നമ്മൾ ആരുടെ ഒരു അനാവശ്യ ഇടപെടലുകളിൽ പോകാത്ത ഒരു രീതിയാണ് നമ്മുടെ ഇന്ത്യൻ ആർമിക്കുള്ളത്. ഒരിക്കലും നമ്മൾ അങ്ങോട്ട് കയറി ആരെയും അറ്റാക്ക് ചെയ്യാറില്ല. പക്ഷേ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നവരെ നമ്മൾ വിടാറുമില്ല. അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. പല അതിനുള്ള എക്സാമ്പിളുകളും നമ്മളുടെ മുന്നിലുണ്ട്. നമ്മൾ അനാവശ്യമായിട്ട് ഒരു ഇടപെടൽ നടത്താറില്ല. അതാണ് ഇന്ത്യൻ ഫോഴ്സിൻ്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി. പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു ഓപ്പറേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വിജയം കണ്ടിട്ട് മാത്രമേ നമ്മൾ പിന്മാറിയിട്ടുള്ളൂ. കാർഗിലും അതേപോലെ തന്നെയുള്ള നമ്മൾ വളരെ ദുഷ്കരമായിട്ടുള്ള സമയത്തും സ്ഥലത്തും ആണ് നമ്മൾ ആ ഓപ്പറേഷൻ ഇത്ര വിജയിക്കാൻ കഴിഞ്ഞത്. നമുക്ക് കുറേയധികം കാഷ്വാലിറ്റീസ് ഉണ്ട്. അത് ക്ലൈമറ്റിക്കൽ ഉള്ള പ്രോബ്ലവും അവിടുത്തെ മലനിരകളും അതുപോലുള്ള ആ ഒരു സാഹചര്യത്തിൽ എന്നിട്ടും നമ്മൾ ഇത്രയധികം നല്ലൊരു വിജയം നമുക്ക് പറ്റി. അതോടുകൂടി ലോകം തന്നെ നമ്മളെ ആദരിക്കാൻ തുടങ്ങി. കാരണം ഇന്ത്യൻ ഫോഴ്സ് എത്രത്തോളം കരുത്തുറ്റതാണെന്ന് നമുക്ക് ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ പറ്റി. ഞാൻ ഇന്ത്യൻ ആർമിയിലെ എഞ്ചിനീയേഴ്സ് എന്ന വിഭാഗത്തിലെ ആളാണ്. ഇന്ത്യൻ ആർമിയിൽ ബോംബും എക്സ്പ്ലോസീവും ഹാൻഡിൽ ചെയ്യാനായിട്ട് ഏക ട്രെയിനിങ് കിട്ടുന്ന ഒരു ഫോഴ്സിലാണ് ഞാൻ സർവീസ് ചെയ്തത്. 30 വർഷത്തോളം സർവീസ് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. അവസാന കാലങ്ങളിൽ രാഷ്ട്രീയ റൈഫിൾസ് എന്ന് പറയുന്ന മഹത്തായ ഫോഴ്സ്, അതായത് ജമ്മു കാശ്മീരിൽ ഇന്ന് നിങ്ങൾ കാണുന്ന വിഘടനവാദത്തിനെതിരായിട്ട് ഉള്ള ഫോഴ്സിൽ സർവീസ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കുകയുണ്ടായി. എൻ്റെ ടോട്ടൽ സർവീസിൽ ഈ സർവീസ്, അതായത് 2 വർഷമാണ് അവിടെ ഓരോ ആൾക്കും സർവീസ് ചെയ്യാനുള്ളത്. 2 വർഷം തികയുന്ന ദിവസം അവിടുന്ന് മൂവ്മെൻ്റ് ഓർഡർ, അതായത് അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ആകാനുള്ള ഓർഡർ കയ്യിലെത്തിയിരിക്കും. അത് അത്രയ്ക്ക് സ്ട്രിക്റ്റായിട്ട് മറ്റു ഒരു സ്ഥലത്തും ഉണ്ടാവില്ല. പക്ഷേ ഈ പറഞ്ഞ ഞാൻ റോമിയോ ഫോഴ്സിൽ ആണ് സർവീസ് ചെയ്തത്. അവിടെ ഒത്തിരി വളരെയധികം ഓപ്പറേഷനുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഞങ്ങളുടെ എൻജിനീയേഴ്സിൻ്റെ ടാസ്ക്കായ റോഡ് വർക്ക്, ബങ്കർ വർക്ക്, ബിൽഡിംഗ് അക്കോമഡേഷൻസ്, അങ്ങനെ മറ്റനവധി കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അവിടുത്തെ PWD, അതായത് ഇന്ന് രജോറി സെക്ടറിൽ അവിടുത്തെ PWD വിചാരിച്ചിട്ട് നടക്കാത്ത റോഡുകൾ ഞങ്ങൾ ബ്ലാസ്റ്റിംഗ് നടത്തി ആ റോഡുകൾ കംപ്ലീറ്റ് ചെയ്ത് അത് അന്നത്തെ ബക്ഷി സാബിൻ്റെ പീരീഡിൽ ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത്, കാരണം അദ്ദേഹം അവിടുത്തുകാരനാണ്, അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് സർവീസായിരുന്നു, അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് അവിടെ ഞങ്ങൾ 3
RR ബറ്റാലിയൻസ് ഉണ്ടായിട്ടും അതിൽ ഞങ്ങൾക്കാണ് അതിൻ്റെ ഭാഗ്യം ലഭിച്ചത്. അതിൽ ആ റോഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഭാഗ്യം എഞ്ചിനീയർ JCO എന്ന കണക്കിൽ എനിക്ക് കിട്ടി. വളരെയധികം എക്സ്പ്ലോസീവ് ബ്ലാസ്റ്റിങ്ങും ഒക്കെ നടത്തി 2-2.5 കിലോമീറ്റർ ചലഞ്ചായിട്ട് റോഡ് നമ്മൾ അവിടെ ചെയ്തു. അതും റെക്കോർഡ് ടൈമിൽ. അവിടെ ലേബർ കിട്ടാനില്ല, ബുൾഡോസറൊക്കെ താഴത്തു നിന്ന് കൊണ്ടുവന്ന് അവിടെ വർക്ക് ചെയ്ത് വളരെ സക്സസ് ആയിട്ട് ആ വർഷത്തെ ഏറ്റവും നല്ല ബെസ്റ്റ് JCO എന്നുള്ള ഒരു മെഡലും എനിക്കിന്ന് ആ റോമിയോ ഫോഴ്സ് നൽകുകയുണ്ടായി. ആ വർഷത്തെ ഏറ്റവും നല്ല JCO, ബെസ്റ്റ് JCO ഇൻ അവർ ഫോഴ്സ്, റോമിയോ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് അന്നത്തെ അവിടുത്തെ ദർബാറിൽ എനിക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ടോട്ടൽ സർവീസിൽ ആ സർവീസാണ് എനിക്ക് ഏറ്റവും വലിയ വിലമതിക്കുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. മറ്റ് സ്ഥലങ്ങളിൽ അതിനേക്കാൾ മോശമായ സിറ്റുവേഷനിൽ സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവിടുത്തെ സർവീസ് അതെന്നും ഒരു ഗ്രേറ്റായിട്ട് സർവീസാണ്. അവിടുത്തെ മെഡലും അവിടുത്തെ സർവീസും ഓരോ ദിവസവും ജീവൻ കയ്യിൽ ഏൽപ്പിക്കൊണ്ടാണ് വൈകുന്നേരം പെട്രോളിങ്ങിനും കമ്പൂഷനും മറ്റുള്ള കാര്യങ്ങൾക്കും പോകുന്നു, തിരിച്ചു വരുന്നു. അതിൽ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചകളിൽ ഡെഡ് ബോഡികളും നാട്ടിലേക്ക് അയക്കാറുണ്ട്. പല ബോഡികളുമായിട്ട് വന്നിട്ടുണ്ട് നാട്ടിലും വീട്ടിലുമൊക്കെ. പക്ഷേ ഇന്നും ആരോഗ്യവാനായിട്ടിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. നമ്മൾ ചെയ്ത സർവീസിൽ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ സന്തോഷമാണ്, വളരെ ഹാപ്പിയാണ്. ഇത് ഈ ഒരു അവസരത്തിൽ നിങ്ങൾ വന്ന് ആദരിക്കുകയും ഇതൊക്കെ അന്വേഷിക്കാൻ തോന്നിയതിൽ വളരെ വളരെ സന്തോഷം. പൊതുവെ കേരളത്തിൽ ഈ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ആരുടെയും കുഴപ്പമില്ല, നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെയാണ്. ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മാത്രമേ അതെന്താണ് അങ്ങനെ ഉണ്ടായത് എന്ന് നമ്മൾ അന്വേഷിക്കാറുള്ളൂ. അപ്പം പട്ടാളക്കാരെ കുറിച്ച് ഇവിടെ ബോർഡറോ മറ്റുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. ഇവിടെ നിങ്ങൾക്ക് അറിയില്ല, വല്ലപ്പോഴും വരുന്ന പട്ടാളക്കാരനെ കാണുന്നു പോകുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ സർവീസ് വളരെ ഇതാണ്. ഇപ്പോൾ ഇന്നത്തെ ചാനലുകളിലൊക്കെ തമാശയായിട്ട് ഓരോന്നും പറയുകയും കേൾക്കുകയും ചെയ്യും. പട്ടാളക്കഥകളെന്ന് പറഞ്ഞിട്ട് എല്ലാം ജോക്കായിട്ട് എടുക്കുന്നവരാണ് നമ്മൾ. പക്ഷേ അതല്ല, ജോക്കല്ല. വളരെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരിയുണ്ട്. വളരെ വളരെ സന്തോഷം ഈ അവസരത്തിൽ നിങ്ങൾ വന്ന് ഇങ്ങനെയൊക്കെ ആ പട്ടാളക്കാരെ ഓർമ്മിക്കാനും അവരെയൊക്കെ ഒന്ന് കാണാനും ഒക്കെ ഈ അവസാന വാർദ്ധക്യത്തിൽ വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങൾ ഈ രീതിയിൽ ഉള്ള അനുമോദനങ്ങൾ അനുമോദിച്ചില്ലെങ്കിലും ജസ്റ്റ് വന്ന് കാണുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. എല്ലാവരോടും വളരെ വളരെ സന്തോഷത്തോടുകൂടി ഹാപ്പി ആയിട്ട് പറയുകയാണ്. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്.